الحمد لله تبارك الذي بيده الملك وهو على كل شيء قدير. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് മുത്തഖികളിലും മുഖ്ലിസുകളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആകാശഭൂമികൾ അല്ലാഹുവിന്റെ ദിവ്യപ്രകാശത്താൽ പ്രശോഭിതമാകുന്ന റമദാൻ അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ്. റമദാൻ അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുന്നുണ്ട്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. അല്ലാഹുവിന്റെ റിളയിലേക്കും ജന്നത്തിലേക്കുമുള്ള ഒരു യാത്ര. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. അല്ലാഹുവിന്റെ കോപത്തിലേക്കും നരകാഗ്നിയിലേക്കുമുള്ള ഒരു പ്രയാണം. അർഹമുറാഹിമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും നമ്മുടെ മക്കളോടൊപ്പം ഇണ തുണകളോടൊപ്പം അവന്റെ ജന്നത്തിൽ അവന്റെ റിളയിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും ബോധപൂർവകമായ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അതത് മനുഷ്യർക്ക് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഖുർആനിലെ ഒരു പേജ് പോലും നമുക്ക് മറിക്കാൻ കഴിയുകയില്ല രണ്ടു കാര്യങ്ങൾ കാണാതെ. രണ്ടു കാര്യങ്ങൾ കാണാതെ ഖുർആനിലെ ഒരു പേജ് പോലും മറിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്ന് തർഗീബ്, നന്മ പ്രവർത്തിച്ചവർക്ക് ഈ ലോകത്ത് പരലോകത്ത് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലങ്ങൾ. നന്മ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ഇഹലോകത്തും പരലോകത്തും ലഭ്യമാകുന്ന ഉത്തമമായ പ്രതിഫലങ്ങൾ, തർഗീബ്. ഇത് കാണാതെ ഖുർആനിലെ ഒരു പേജ് പോലും മറിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം തർഹീബ്, അഥവാ തിന്മ പ്രവർത്തിച്ചവർക്ക് ഈ ഭൂമിയിലും പാരത്രിക ജീവിതത്തിലും ലഭിക്കുന്ന ശിക്ഷകൾ. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ രണ്ട് കാര്യങ്ങളാൽ അല്ലാഹു ബന്ധിച്ചിരിക്കുന്നു: ഹിസാബും ജസാഉം. വിചാരണയും പ്രതിഫലവുമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. നിങ്ങൾ ഒരു അരനിമിഷം ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് പോകേണ്ടതില്ലാത്ത, അവനിൽ നിന്നുള്ള പ്രതിഫലം ലഭ്യമല്ലാത്ത ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അല്ലാഹുവിനെ ഓർക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാം എത്ര സുന്ദരമാണ്! വിസർജ്യ സ്ഥലങ്ങളിൽ നിന്ന് അവനെ ഓർമ്മിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഫിഖിലൊക്കെ നമ്മൾ പഠിക്കുക. പക്ഷേ ഒരാളുടെ വിസർജ്യ സ്ഥലത്തെയും അയാളുടെ ആ പ്രവൃത്തിയെയും അല്ലാഹു വിചാരണ ചെയ്യുകയില്ല എന്ന് പറയാൻ കഴിയുമോ? അതിന് പ്രതിഫലമില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ജീവിതത്തിൽ ഒരു സന്ദർഭവുമില്ല അങ്ങനെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ കർമ്മങ്ങൾ ഭിന്ന വിരുദ്ധങ്ങളാണ്. ഖുർആൻ പറയുന്നു, നന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നന്മയിൽ
ഏറെ മുൻകടന്നു പോകുന്ന ആളുകളുണ്ട്. നന്മകളും തിന്മകളുമൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ثم أورثنا الكتاب الذين اصطفينا من عبادنا ومنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. ഖുർആൻ പറയുകയാണ്, നന്മ പ്രവർത്തിക്കുന്നവരെ നമുക്ക് കാണാം, തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും കാണാം. നന്മയിൽ അല്ലാഹുവിന്റെ ഔദാര്യത്താൽ മുന്നോട്ട് കുതിച്ചു പോകുന്ന ആളുകളെയും കാണാം. ഇഹലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങൾ ഭിന്ന വിരുദ്ധമായതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരണയും വ്യത്യസ്തമായിരിക്കും. ആ വിചാരണയ്ക്ക് ശേഷമുള്ള പ്രതിഫലവും വ്യത്യസ്തമായിരിക്കും. നമുക്കെല്ലാം സുപരിചിതമാണ്. ഒരുപക്ഷെ ഖിയാമുൽ ലൈലുകളിലൊക്കെ നമ്മൾ അത്തരം ഖുർആൻ ഭാഗങ്ങൾ ധാരാളമായി കേൾക്കുന്നുണ്ട്. വകുന്തും അസ്വാജൻ സലാസ. മനുഷ്യന്മാര് 3 വിഭാഗമായിട്ട് പിരിയും. അസ്ഹാബുൽ യമീൻ, നന്മയുടെ ആളുകൾ. അസ്ഹാബുൽ ശിമാൽ, തിന്മയുടെ ആളുകൾ. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. നന്മയിൽ ഏറെ മുന്നോട്ട് പോകുന്ന, കുതിച്ചു പായുന്ന ആളുകൾ. അപ്പൊ മനുഷ്യരുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ തന്നെ ആ കർമ്മങ്ങളുടെ അനന്തര ഫലമായിട്ട് അതിന്റെ പരിണതി എന്നോണം ലഭ്യമാകുന്ന പാരത്രിക ജീവിതത്തിലെ രക്ഷാശിക്ഷകളും ഭിന്നമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ ചില മനുഷ്യരുണ്ട് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായി, കണ്ണിന്റെ ഇമവെട്ടുന്ന വേഗതയിൽ, വിചാരണ ഏതുമില്ലാതെ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ കർമ്മങ്ങളുടെ പ്രകാശത്താൽ വിചാരണ ഏതുമില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ. മറ്റു ചിലരുണ്ട് കാറ്റിന്റെ വേഗതയിൽ, കുതിരയുടെ വേഗതയിൽ, ഒട്ടകത്തിന്റെ വേഗതയിൽ. തിരുദൂതര് പറയുന്നു, ചിലർ അവരുടെ പെരുവിരലിന്റെ അറ്റത്തൊരു പ്രകാശമുണ്ട്, അവർ ഈ ദുനിയാവെന്ന് സമ്പാദിച്ച നന്മയാണ്. ആ പ്രകാശത്താൽ അവർ നടക്കും, അത് കെട്ടുപോകുമ്പോൾ അവർ നിൽക്കും. നന്മയുടെ ഒരു പ്രകാശ തരിയുമായി അങ്ങോട്ട് വരാത്ത ആളുകൾ വാടിക്കരിഞ്ഞ മുഖവുമായി നരകാഗ്നിയിലേക്ക് മുഖം കുത്തി വലിപ്പിക്കപ്പെടും. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ചില മനുഷ്യരെ സംബന്ധിച്ച് അവരെ കൊണ്ടുവന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, അഫളനന്തു അന്നക മുലാഖി, എടോ നീ എന്നെ ഓർമ്മിച്ചിട്ടാണോ ജീവിച്ച ദുനിയാവിൽ? ദുനിയാവിലൊരു ജീവിതം നിനക്കുണ്ടായിരുന്നല്ലോ, ആ ദുനിയാവിൽ എന്നെ ഓർമ്മിച്ചിട്ടാണോ? യഖൂലു ലാ, ഇല്ല റബ്ബേ, നിന്നെ ഞാൻ ഓർമ്മിച്ചിട്ടില്ല. അപ്പൊ ആ റബ്ബ് പറയാണ്, നീ എന്നെ മറന്നില്ലേ, അതുകൊണ്ട് ഞാനും നിന്നെ മറക്കുകയാണ്. നീ എന്നെ മറന്നല്ലോ ദുനിയാവിൽ, അതുകൊണ്ട് ഇന്ന് വിചാരണ നാളിൽ നിന്നെ ഞാൻ മറക്കുകയാണ്. വേറൊരുവനെ കൊണ്ടുവരും, ഇതേ ചോദ്യം ആവർത്തിക്കുമെന്നാണ് ഹബീബായ നബി പറയുന്നത്. അപ്പൊ അള്ളാഹു അതേ ഉത്തരം തന്നെ ആവർത്തിക്കും. മൂന്നാമത്തെ ഒരു മനുഷ്യൻ വരും, അവനോട് ചോദിക്കും, എന്താ നിന്റെ ജീവിതം? ഫയഖൂലു യാ റബ്ബ് ആമൻതു ബിക വബികിതാബിക വബിറുസുലിക വസല്ലൈതു വസംതു. അവൻ പറയാണ്, അല്ലാഹ്, ഞാൻ നിന്നിൽ ഈമാൻ കൊണ്ടവനാണ്, നിന്റെ കിതാബിൽ നിന്റെ റസൂലിൽ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹ് പറയാണ്, എടോ നീ കള്ളമാണ് പറയുന്നത്, നീ കളവാണ് പറയുന്നത്, നിനക്കെതിരെ സാക്ഷി വരാൻ പോവാണ്. അപ്പൊ അവൻ ആലോചിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവൻ ആലോചിക്കുകയാണ്, ആരായിരിക്കും എനിക്കെതിരെ സാക്ഷി? ഷഹിദ അലൈഹി സംഉ വഅബ്സാറു വജുലൂദു വഇലാമു വലഹ്മു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടൊരു ഹദീസാണ്. അതിൽ പറയാണ്, മനുഷ്യന്റെ കൈകാലുകൾ, അവന്റെ തൊലികൾ, അവന്റെ എല്ലുകൾ, അവനുമായി ബന്ധപ്പെടുന്നതെല്ലാം അവനെതിരായിട്ടുള്ള സാക്ഷിയായി വരികയാണ്. അപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും. അവൻ ചെയ്തത് മാത്രമേ ഇതിനു മുമ്പ് കാണൂ.
അവൻ ഇടതുഭാഗത്ത് നോക്കും, അവൻ ചെയ്തത് മാത്രമേ കാണൂ. അവൻ മുന്നിലേക്ക് നോക്കുകയാണ്. അവൻ അവന്റെ മുന്നിലേക്ക് നോക്കുമ്പോ വബുരിദത്തിൽ ജഹീമു ലിമൻ യറാ, കത്തിജ്വലിക്കുന്ന തീജ്വാല നരകം അവന് കാണേണ്ടി വരികയാണ്. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ അട്ടഹാസത്തെക്കുറിച്ച് അല്ലാഹു പറയാം. നരകം ചോദിക്കും, ഇനിയുണ്ടോ, ബാക്കിയുണ്ടോ റബ്ബേ? അട്ടഹസിച്ചുകൊണ്ട് നരകം ചോദിക്കുമെന്ന്. ഇനി ആരാണ് ബാക്കിയുള്ളത്? ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടോ? അവൻ അവന്റെ മുമ്പിൽ നരകാഗ്നിയെ കാണേണ്ടി വരുമെന്നാണ് അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് വിതുപ്പിപ്പോയി, ഒന്ന് കരഞ്ഞുപോയി. അപ്പൊ അള്ളാന്റെ റസൂല് ചോദിച്ചു, മാലക്കി ആയിഷ, പ്രിയപ്പെട്ടവളെ, എന്തിനാ നീ വിതുമ്പിയത്? എന്താണ് നിന്റെ പ്രയാസം? എന്താണ് നിന്റെ ദുഃഖം? എന്താണ് നിന്റെ സങ്കടം? അപ്പോ ദക്കർത്തുന്നാർ, റസൂലേ, ഞാൻ നരകത്തെ ഓർത്തുപോയതാണ് ഹബീബേ, ഞാൻ വിചാരണയെ ഓർത്തതാണ് ഹബീബേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ ഇങ്ങനെ നോക്കി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലേ, ഫഹൽ തദ്കുറൂൻ അഹ്ലീകും യൗമൽ ഖിയാമ. നബിയേ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഖിയാമത്തുനാളിൽ ഓർമ്മിക്കുമോ നബിയേ? വല്ലാത്ത ചോദ്യമാണല്ലോ. മാലക്കിയ ആയിഷ, എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോ, ഞാനിങ്ങനെ വിചാരണയും നരകത്തെയൊക്കെ ഓർത്തതാണ് നബിയെ. അങ്ങയുടെ കുടുംബത്തെ, അതിന്റെ അകത്തുണ്ടാകുക അങ്ങ് എന്നെ ഓർമ്മിക്കുമെന്നായിരിക്കുമല്ലോ. അങ്ങിപ്പ എന്നെ പരിഗണിച്ചില്ലേ? ഞാനൊന്ന് വിതുമ്പിയപ്പോ എന്തു പറ്റി മോളെ എന്നോട് ചോദിച്ചില്ലേ? നബിയെ, അങ്ങ് ഖിയാമത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർമ്മിക്കോ? അപ്പൊ റസൂലുള്ളാഹി പറയാണ്, പ്രിയപ്പെട്ട ആയിഷ, 3 സന്ദർഭങ്ങളിൽ ആരും ആരെപ്പറ്റിയും ചിന്തിക്കൂല ആയിഷ. 3 സന്ദർഭങ്ങളിൽ ആരും ആരെപ്പറ്റിയും ചിന്തിക്കൂല ആയിഷ. വഇൻദൽ മീസാൻ, മീസാന്റെ അരികിൽ ആരും ആരെയും ചിന്തിക്കുകയില്ല. വഇൻദ തതാഇറുസ് സുഹുഫ് വഇദസ് സുഹുഫ് നുശിറത് വഇദസ് സമാഉ കുശിതത് വഇദൽ ജന്നത്തു ഉസ്ലിഫത് വഇദൽ ജഹീമു സുഇറത്. കർമ്മരേഖ നിവർത്തപ്പെടുമ്പോ വഇദസ് സിറാത്ത്. ഈ 3 സന്ദർഭങ്ങളിൽ ആയിഷ ആരും ആരെപ്പറ്റി ചിന്തിക്കൂല ആയിഷ. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ ആയിരിക്കും റളിയല്ലാഹു അൻഹു, ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായിട്ടുള്ള മഹാമനുഷ്യൻ, അല്ലാഹുവോർത്ത് കരയുന്ന മനുഷ്യൻ. പനി പിടിച്ചു കിടക്കാൻ, കഠിനമായ പനി. അപ്പൊ ചില സ്വഹാബികൾ പോയി, എന്നിട്ട് ചോദിച്ചു, അല്ല, ഡോക്ടർ വന്ന് കണ്ടോ? അസുഖമാണല്ലോ, നല്ല പനിയുണ്ടല്ലോ. കാല നുളിറ ഇലയ്യ, അതെ, വന്ന് കണ്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്നി ഫഅലുൽ ലിമാ ഉരീദ്, ഓൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് സംഭവം മനസ്സിലായി, എന്താണ് ഖലീഫ ഉദ്ദേശിച്ചത്. യാത്രക്ക് സമയമായി എന്നതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. തിരിച്ചു പോകാൻ നേരമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടെ വന്ന ആളുകളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒന്ന് ഉമറിനോട് വരാൻ പറയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊന്ന് വരാൻ പറയോ? ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. എന്തു പറ്റി സിദ്ദീഖ്, എന്തിനാണ് വരാൻ പറഞ്ഞത്? അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ നേരമായി എന്നാണ് തോന്നുന്നത്. ഉമറേ, എന്റെ ഉള്ളിലൂടെ അള്ളാന്റെ വചനങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ഉമറേ. റസൂലുള്ളാഹിക്ക് അവതീർണമായിട്ടുള്ള ഖുർആന്റെ വചനങ്ങളില്ലേ, അള്ളാഹുവിന്റെ ആയാത്തുകളിലെ, അതിങ്ങനെ കടന്നു പോവുകയാണ് ഉമറേ. ആ കടന്നു പോകുമ്പോ അക്രമികളായ കുറ്റവാളികളായ ആളുകളെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. ആ കുറ്റവാളികളായ ആളുകളുടെ ഒരു സൽപ്രവർത്തനത്തെ സംബന്ധിച്ചും അള്ളാഹു ഒന്നും പറയുന്നില്ല. അതിനർത്ഥം അവരുടെ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അവരുടെ കുറ്റങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അവരുടെ കുറ്റങ്ങളുടെ മേൽ അള്ളാഹു അവരെ പിടികൂടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമറേ, എന്റെ മനസ്സിലൂടെ ഇങ്ങനെ സത്യവിശ്വാസികളായ ആളുകളുടെ രംഗങ്ങൾ കടന്നു പോകുന്നുണ്ട് ഉമറേ. ഇപ്പോ
ആ സത്യവിശ്വാസികളായ ആളുകളുടെ തെറ്റിനെ കുറിച്ച് അള്ളാഹു മിണ്ടുന്നില്ല. അവരുടെ സൽപ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഉമറേ, എന്റെ ഒരു വേവലാതി എന്താണെന്നറിയുമോ? മലക്കുൽ മൗത്ത് എന്റെ അരികിലേക്ക് വരുമ്പോ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ സ്വാലിഹികളായ ആളുകളിൽ ഉൾപ്പെടുമോ, അതല്ല അക്രമികളായ ആളുകളിൽ ഉൾപ്പെട്ടു പോകുമോ എന്ന ഒരു ബേജാറിലാണ് ഉമറേ ഞാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്തു. ഭരണാധികാരത്തിന്റെ ഭാരത്തിൽ, നമ്മുടെ നാട്ടിലെ ഭരണാധികാരം ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതും അവരവരുടേതായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അവരെ പിന്തുടരുന്ന കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയൊക്കെ മാറി, ആകെ എല്ലാം മാറി. അപ്പോ ഭക്ഷണമൊക്കെ കുറഞ്ഞു അദ്ദേഹത്തിന്റെ. ചിലര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹും ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമറിനൊന്ന് ഉപദേശിക്കണമല്ലോ. പക്ഷെ അവർക്കൊന്നും ഉമറിന്റെ അടുത്തു പോകാൻ ധൈര്യമില്ല. കാരണം വിവരറിയും പോയാൽ. അപ്പൊ ആരെയാണ് അയക്കുക? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട് ഹഫ്സ. അവര് പ്രവാചകന്റെ പത്നിയുമാണ്. ഇപ്പൊ പ്രവാചകന്റെ ഭാര്യ ആയതുകൊണ്ട് ഉമറിന്റെ മകളുമാണ്, പ്രവാചകന്റെ ഭാര്യയുമാണ് ഹഫ്സ. അതുകൊണ്ട് ഹഫ്സയെ അയക്കാം. അങ്ങനെ ഹഫ്സ ചെന്നു. പ്രിയപ്പെട്ട ഉപ്പ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മകളെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ അവര് പറഞ്ഞു, ഉപ്പ ഇപ്പൊ കുറച്ച് കഠിനമായ ജീവിതമാണല്ലോ അങ്ങ് നയിക്കുന്നത്, കുറച്ചുകൂടി സൗകര്യപ്രദമായ ജീവിതമൊക്കെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സയോട് ചോദിക്കാണ്, മോളെ നിന്നെ ആരാണ് പറഞ്ഞയച്ചത്? നിന്നെ ആരാണ് പറഞ്ഞയച്ചത്? കാരണം നിന്റെ ഭർത്താവായിരുന്നല്ലോ തിരുദൂതർ. അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? മോളെ, നിന്നെ പറഞ്ഞയച്ചാലോട് നീ പോയി പറയണം, 3 പേര് 1 ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിച്ചു, 2 പേര് അവിടേക്ക് എത്തിച്ചേർന്നു, 3ാമന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നീ അവരോട് പോയിട്ട് പറയണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഒരു മുഅ്മിനിന്റെ നിരന്തരമായ പ്രാർത്ഥന എന്താ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. എന്തൊരു ശൈലിയാന്ന് പറയാ ഖുർആന്റെ. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേന്നൊന്നല്ല. മലയാളത്തിൽ നമ്മളങ്ങനെ പരിഭാഷ വായിക്കും. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേന്നല്ല. അറബി ഭാഷയൊക്കെ അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. റബ്ബന സ്രിഫ് അന്നാന്ന് പറയാ, എന്നെ അങ്ങ് തട്ടിത്തെറിപ്പിച്ചേക്കണേ അല്ലാഹു, എന്നെ നീ അങ്ങ് തട്ടിത്തെറിപ്പിച്ചേക്കണം നരകത്തുനിന്ന്. വല്ലാത്ത പ്രയോഗമാണത്. നരകത്തുനിന്ന് എന്നെ ഒന്ന് തട്ടിത്തെറിപ്പിച്ച് കളയണേ. കാരണം ഈ ദുനിയാവ് കൊണ്ട് സമ്പാദിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്തെന്നാണ് പാരത്രിക ജീവിതത്തെ കണ്ണുകൊണ്ട് കാണാണ്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹിന്റെ റസൂല് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗങ്ങളെ കുറിച്ചും നരകത്തെ കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വർഗ നരകങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ സ്വർഗത്തിന്റെ ആനന്ദങ്ങള്, ആഹ്ലാദങ്ങള്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ദവാതാ അഫ്നാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നബി ഉണ്ടല്ലോ എന്തോ ഇങ്ങനെ കൈകൊണ്ടെടുക്കാൻ പോവത്ര. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, നബി എന്തെന്താ എടുക്കാൻ പോകുന്നത്? സ്വർഗത്തെ കുറിച്ച്. അപ്പൊ നിരിതങ്ങൾ പറയാണ്, അതൊക്കെ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ വന്ന് കാണും ഞാൻ. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഞാൻ. പക്ഷെ എനിക്ക് കിട്ടുന്നില്ലല്ലോ. റസൂൽ പറയാം, സഹിഹായ നിവേദനമാണ്. മറ്റു ചിലപ്പോ നരകത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറയും. ഇന്ന ശജറത്തൽ സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം ഖുദൂഹു ഫഅതിലു ഇലാ സവാഇൽ ജഹീം ثم صبوا فوق رأسه من عذاب الحميم. ഇതിങ്ങനെ പറയുമ്പോണ്ടല്ലോ നബി പെട്ടെന്ന് മിമ്പറിന്ന് ഇങ്ങനെ ദൂരെ പോകുമത്രേ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാര് ചോദിക്കാണ്, നബിയെ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെന്താ മിമ്പറിന്ന് ദൂരെ പോകുന്നത്? അതോ ആ നരകത്തിന്റെ തീജ്വാലകളുണ്ടല്ലോ എന്റെ മേലിൽ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൂരെ മാറി നിൽക്കുകയാണ്. വീട്ടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു വെക്കും ചില സ്വഹാബിമാർ. എന്നിട്ട് ആ വിളക്കിലേക്ക് കൈ കൊണ്ടുപോയി വെക്കും. ആ കൈ ഇങ്ങനെ വല്ലാണ്ട് ചൂടാകുമ്പോ കൈ തിരിച്ചെടുക്കും. എന്നിട്ട് പറയും, നാറു ജഹന്നമ
ജഹന്നമ അശദ്ദു ഹർറാ, ശരീരമേ നിനക്ക് താങ്ങാനാവൂല നരകത്തിന്റെ ശിക്ഷ. അതാണ്. അപ്പൊ ഒരു മനുഷ്യന് യഥാർത്ഥത്തിലുണ്ടല്ലോ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക, ഇത് സാധ്യമാകുന്നുണ്ടോ എങ്കിൽ ദുനിയാവ് സാർത്ഥകമായി, ദുനിയാവ് വിജയിച്ചു. ഈ ദുനിയാവിൽ എല്ലാ വിഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ലാ തസുബ്ബു ദുനിയ, ദുനിയാവിനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ദുനിയാവിനെ ആക്ഷേപിക്കാൻ പാടില്ല. അത് സമ്പത്താണെങ്കിലും സമ്പത്തില്ലെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ല. ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെയുണ്ട്, ആരോഗ്യം ഉണ്ടാവും കുറെ കാലം, പിന്നെ ആരോഗ്യം പോകുമ്പോൾ എന്തിപ്പോ ദുനിയാവ് ഇങ്ങനെ. സമ്പത്തുണ്ടാവും കുറെ, പിന്നെ സമ്പത്ത് പോകുമ്പോൾ എന്ത് ദുനിയാവാത്തത്. ലാ തസുബ്ബു ദുനിയ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയും, സമ്പന്നനെ കാണുമ്പോൾ ഓടിക്ക് എത്രയോ പഠിച്ചു. ലാ തസുബ്ബു ദുനിയ, ദുനിയാവിന്റെ ഒരു അവസ്ഥയെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. ദുനിയാവിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാധ്യമാകുന്നത്ര ദുനിയാവ് സമ്പാദിക്കണം. ഒരു പണക്കാരന് പോലും തോന്നിപ്പോവാൻ പാടില്ല മതി, അവനോ തിന്നാനല്ല. പണം ഫിനാൻഷ്യലായിട്ടുള്ള ഒരു എംപവർമെന്റ് എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ഇവിടെയുള്ള കച്ചവടക്കാരോട് പ്രത്യേകം പറയട്ടെ, നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ഒരുപാട് പ്രയാസം ഉണ്ടാവില്ലേ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ പ്രയാസവുമായി ഒരു രാത്രി കഴിഞ്ഞു പോയാൽ പാപമോചനത്തിന്റെ രാത്രിയാണ് അയാൾക്ക് കടന്നു വരും. ഇപ്പൊ മാർച്ച് മാസമാണ്, പലർക്കും അത് മനസ്സിലാവും. കണക്ക് കുത്തിയിരുന്നുണ്ടാക്കണം, വേണ്ടേ? എല്ലാം ചെയ്യണം. അത് ഈ സക്കാത്ത് വാങ്ങുന്നവന് മനസ്സിലാവുകയും ചെയ്യില്ല എത്ര ബുദ്ധിമുട്ടി. ഈ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടല്ല. ഒരു രാത്രി നിങ്ങൾ ആ പ്രയാസത്തിൽ കഴിഞ്ഞു പോയാൽ പാപമോചനത്തിന്റെ ഒരു രാത്രിയാണ്. അപ്പൊ ദുനിയാവ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ദുനിയാവ് സമ്പാദിക്കണം, മറ്റൊരു വിഷയമാണ്. എന്നാൽ ദുനിയാവ് കൊണ്ട് ഉണ്ടാകേണ്ട എന്താ? പാരത്രിക ജീവിതമാണ്. ദുനിയാവിന്റെ യാഥാർത്ഥ്യം. ദുനിയാവിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദുനിയാവിന്റെ ഉപമ ദുനിയാവ് ഒരു നിഴൽ പോലെയാണ്. മനോഹരമായ ഉപമയാണ്. ദുനിയാവ് ഒരു നിഴൽ പോലെയാണ്. നിഴലിന്റെ പ്രത്യേകത എന്താ? നിഴലിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നിഴല് സ്വയം ഒരു യാഥാർത്ഥ്യമല്ല, മറ്റൊരു വസ്തു ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. അല്ലേ? സ്വയം ഒരു നിഴലുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു വസ്തു ഉണ്ടാകുമ്പോ അതിന്റെ നിഴലുണ്ടാകും. ആഖിറ ഉള്ളത് കൊണ്ട് ദുനിയാവുണ്ട്, ആഖിറ ഇല്ലാത്ത ദുനിയാവോ നിരർത്ഥകം. അത് ഇവിടെയുള്ള ജീവജാലങ്ങളിലെ ധാരാളം ഉലൈക കൽഅനാം ബൽ ഹും അദൽ എന്ന് പറഞ്ഞില്ലേ ഉസ്താദ്? ചണ്ടി ചപ്പ് ചവറ് പോലെയാണെന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. ചപ്പ് ചവറ് പോലെയാണ് അവർ എന്ന് പറയുന്നുണ്ട്. ഈ ദുനിയാവെന്ന് പരലോകം വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ദുനിയാവ് നിരർത്ഥകമാണ്. അപ്പൊ ദുനിയാവ് നിഴൽ പോലെയാണെന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തിന്റെ നിഴൽ, പരലോകത്തിന്റെ നിഴലാണ് ഇഹലോകം. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ എന്താ? നിഴല് നീങ്ങിപ്പോകുന്നതാണ്, ഒരിടത്തും നിൽക്കില്ല നിഴൽ. നിഴൽ നീങ്ങിപ്പോകും. ഈ ദുനിയാവിന്റെ സ്വഭാവം അതാണ്. സമ്പന്നതയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും സ്ഥായിയായ ഒരു നൃത്തമില്ല, അതിങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ആരെങ്കിലും അവരവർക്ക് കിട്ടുന്നത് സ്ഥിരമാണെന്ന് വിചാരിച്ചാൽ അവർ വിഡ്ഢികളാണ്. വിഡ്ഢികൾ. ദുഃഖം അത് സ്ഥിരമാണെന്ന് ഒരുത്തൻ ചിന്തിച്ചാൽ ഓൻ വിഡ്ഢിയാണ്. സന്തോഷം അത് സ്ഥിരമാണെന്ന് ചിന്തിച്ചാൽ അവനും വിഡ്ഢിയാണ്. നിഴൽ നീങ്ങിപ്പോകും, ഈ ദുനിയാവും നീങ്ങിപ്പോകും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ, രണ്ടാം ഉമർ എന്ന് പറയുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? അന്യായമായി കിട്ടിയ മുതലൊക്കെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ചിലർ വന്നിട്ട് ഉപദേശിച്ചു, അല്ലപ്പോ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവുക? അന്യായമായതെന്ന് കരുതി എല്ലാം തിരിച്ചു കൊടുക്കാണോ? അപ്പൊ ആ വന്നു പറഞ്ഞ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു. അവരോട് പറഞ്ഞു, എന്റെ കൂടെ വാ. എന്നിട്ട് എവിടത്തേക്കാ പോയതെന്നറിയാം? സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കും വലീദ് ബിൻ അബ്ദുൽ മലിക്കും ഒക്കെ 6 അടി മണ്ണിനകത്ത് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിട്ട് പറഞ്ഞതാ, ഇവിടെയാണ് എനിക്ക് മുമ്പ് കടന്നുപോയ വലിയ ഭരണാധികാരി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക്, അവിടെയാണ് വലീദ് ബിൻ അബ്ദുൽ മലിക്ക്. അവരുടെ എന്തെങ്കിലും കുറിയോ അടയാളമോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിങ്ങനെ നീങ്ങിപ്പോകും ദുനിയാവ്. ദുനിയാവ് നിഴൽ പോലെയാണെന്ന് പറഞ്ഞാൽ നിഴലിന്റെ മൂന്നാമത്തൊരു പ്രത്യേകത എന്താണെന്നറിയാ? നിഴലിനെ പിന്തുടർന്ന് ഒരാൾക്ക് പിടിക്കാൻ കഴിയൂല.
കഴിയോ? ഒരാള് നിഴലിനെ പിടിക്കാൻ നോക്കിയാൽ അവരവരെ നിഴലിനെ തന്നെ പിടിക്കാൻ നോക്കി കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. ഈ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ട് ആർക്കെങ്കിലും ദുനിയാവ് കിട്ടിയിട്ടുണ്ടോ? ഒരാൾക്കും കിട്ടിയിട്ടില്ല. ദുനിയാവ് പുറകിൽ വരുത്താണ്, ദുനിയാവിന്റെ പുറകെ പോകല്ല. ദുനിയാവ് പുറകിൽ വരും. ദുനിയാവിന്റെ പുറകിൽ ഒരാൾ പോയാലോ മസലുഹു കമസലിൽ കൽബ്, ഓ പട്ടിയെ പോലെയാകും. പട്ടിയേക്കാൾ കഷ്ടമാണ് കേട്ടോ. പട്ടിക്കുണ്ട് ചില ഗുണങ്ങളെന്ന് ചില സൂഫി ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്. മൂമിനീങ്ങൾക്കുണ്ടാകേണ്ട 9 ഗുണങ്ങൾ പട്ടിക്കുണ്ട് എന്ന് പറ, അതും കൂടി ഇല്ലാത്തവനാണ് സത്യനിഷേധി എന്ന് പറയുന്നത്. അപ്പോ ദുനിയാവിന്റെ പുറകിൽ പോയിട്ട് ഖനാഅത്ത്, സഹാദത്ത് എല്ലാം ഉണ്ട്, സമാധാനം ഇല്ല എന്നാണ് ആളുകൾ ഇപ്പൊ പറയുന്നത്. എല്ലാം ഉണ്ട്, സമാധാനമില്ല. ലിയോ പോൾവൈസ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രഗത്ഭനായ ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം എൽസ എന്ന് പറയുന്ന തന്റെ ഭാര്യയും കൂട്ടിയിട്ട് 926 ജർമ്മനിയിലെ ഒരു ടണലിലൂടെ, ഒരു തുരങ്കത്തിലൂടെ ഒരു ട്രെയിൻ യാത്ര നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഡ് ടു മക്കയിൽ വളരെ മനോഹരമായ അവതരണമാണ്. ജർമ്മനിയിലെ ഈ തുരങ്കത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ അദ്ദേഹം തന്റെ ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാരെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവരുടെ മുഖങ്ങളിലെല്ലാം സമ്പന്നതയുടെ അടയാളമുണ്ട്. അവരുടെ വസ്ത്രത്തിൽ, അവരുടെ ശരീരത്തിലൊക്കെ സമ്പന്നതയുടെ അടയാളമുണ്ട്. പക്ഷെ അവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു അശാന്തി, ഒരസംതൃപ്തി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, എന്താണ് അസംതൃപ്തി, അശാന്തിയൊക്കെ മുഖത്ത് കാണാനുണ്ട്. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഖുർആൻ അടച്ചുവെക്കാൻ, മുസ്ഹഫ് അടച്ചുവെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയാണത്, ഇങ്ങനെ തുറന്നു നോക്കും, അതിൽ കാണാൻ മനുഷ്യനിങ്ങനെ ആർത്തി പൂണ്ടുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർത്തി പൂണ്ട് പിടിച്ചിട്ടുള്ള മനുഷ്യന്റെ ഓട്ടം. എൽസയെ വിളിച്ചുകൊണ്ട് പറയാണത്, എൽസയെ നോക്കൂ, ഇതന്നെയല്ലേ നമ്മൾ ട്രെയിനിൽ കണ്ടത്. രാജകുമാരിക്ക് രോഗമായി. രാജകുമാരിക്ക് രോഗമായപ്പോ എല്ലാ വൈദ്യന്മാരെയും കൊണ്ടുവന്നു. ഒരു വൈദ്യന്റെയും ചികിത്സ ഫലിക്കുന്നില്ല. അവസാനം ഒരു നാട്ടുവൈദ്യൻ വന്നു. നാട്ടുവൈദ്യൻ വന്നിട്ട് പറഞ്ഞ്, മനസ്സമാധാനമുള്ള ആളെ കുപ്പായിട്ടാ മതി, രോഗം മാറും രാജകുമാരിയുടെ. അപ്പൊ ഉടനെ എല്ലാവരും കൂടി പറഞ്ഞു, രാജാവ് എന്നാ കുപ്പായ എടുത്തു കൊടുക്കും. രാജാവ് പറഞ്ഞു, എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സമാധാനം ഇല്ലല്ലോ. പിന്നെ ആരുടെ കയ്യില? സൈന്യത്തിന്റെ ആരുടെയും കയ്യിലില്ല. അപ്പൊ പിന്നെ എന്നാ നോക്കിയിട്ട് വരൂ. ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്നു, എവിടെ ആരുടെയും കാണുന്നില്ല. ഒരുത്തനുണ്ട് മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നു. അവനെ തട്ടി വിളിച്ചോടോ, നിനക്ക് മനസ്സമാധാനം ഉണ്ടോ? ആ, എനിക്ക് മനസ്സമാധാനം ഉണ്ട്. എന്നാ പിന്നെ നിന്റെ കുപ്പായം കൊണ്ട രാജകുമാരിക്കിടാനാ, അതിനെനിക്ക് കുപ്പായം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാർക്കുണ്ടല്ലോ സമാധാനം നഷ്ടപ്പെടുന്നു. എവിടെയാണ് സമാധാനം ഉണ്ടാവുക? ദുനിയാവിന്റെ പുറകിലുള്ള ഓട്ടത്തിലല്ല. മനുഷ്യരുടെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് റമദാൻ നമ്മളോട് പറയുന്നത്. മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താ? ഭൗതികമായ ഒരു വിഭവത്തിലും മനുഷ്യൻ സമാധാനം അടയൂല. ഉറപ്പ്. ഭൗതികമായ എന്ത് കിട്ടിയാലും സംതൃപ്തി, സമാധാനം ഉണ്ടാവില്ല. റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, اللهم إني أسألك نفسا بك مطمئنة وتؤمن بلقائك وترضى بقضائك وتقنع بعطائك. വല്ലാത്ത പ്രാർത്ഥനയാണ് കേട്ടോ. പടച്ചോനെ, നിന്നിൽ സംതൃപ്തി അടയാൻ. اللهم إني أسألك نفسا بك مطمئنة وتؤمن بلقائك وترضى بقضائك وتقنع بعطائك. അപ്പൊ ഇങ്ങനെ ഓടിയാൽ, അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, മനുഷ്യന് സംതൃപ്തി ഉണ്ടാവില്ല. മനുഷ്യന്റെ മനസ്സെപ്പോഴാണ് സംതൃപ്തി അടയുക? അതെ, നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. ഒരു 2-3 വയസ്സുള്ള കുഞ്ഞ് ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ വിരുന്നു പോവാണ്. ഒരു വീട്ടിലെത്തി. ആ വീട്ടിന്റെ ആംബിയൻസ് ഒക്കെ ആ കുഞ്ഞിക്ക് ഇഷ്ടമായി. ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം കൊടുക്കുന്നു, കുഞ്ഞാടുന്ന് കളിക്കുന്നു. അപ്പൊ ആ വീട്ടുകാർ ചോദിക്കാൻ, ഇവിടെ നിന്നൂടെ? ആ, ഇവിടെ നിൽക്കാം. എഗ്രിയാകുന്നു. ഈ 2-3 വയസ്സുള്ള കുഞ്ഞവിടെ നിൽക്കുന്നു. മാതാപിതാക്കളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കുട്ടി ഇങ്ങനെ കളിപ്പാട്ടത്തിൽ മുഴുകിയിട്ടുണ്ട്. ആ മിഠായിയിലൊക്കെ ഇങ്ങനെ മുഴുകിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ, ഈ കളിപ്പാട്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഉള്ളിലൊരു തേങ്ങൽ വരും, ഉമ്മ ഉപ്പ. കുഞ്ഞ് കരയാൻ തുടങ്ങും. നമ്മൾ കാണാറില്ലേ? ഇതാണ് മനുഷ്യൻ. ഇതാണ് മനുഷ്യൻ. മനുഷ്യ, അല്ലാഹു അല്ലാത്തത് എന്ത് നിന്റെ ഉള്ളിൽ കയറിയാലും,
അല്ലാഹുവല്ലാത്ത എന്ത് നിന്റെ ഉള്ളിൽ പ്രവേശിച്ചാലും നിന്റെ മനസ്സ് ശാന്തത അടയുകയില്ല, നിന്റെ മനസ്സ് സമാധാനം അടയുകയില്ല. നിനക്ക് സമാധാനം വേണമോ, നിനക്ക് സംതൃപ്തി വേണമോ, ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം നിനക്ക് ബോധ്യപ്പെടണമോ, ഇലാഹിയായ പ്രണയം നിന്റെ ഉള്ളിൽ കയറണം, ഇലാഹിനെ കുറിച്ചുള്ള വികാരം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ് അള്ളാന്റെ റിള, സ്വർഗം, അവന്റെ തൃപ്തി. റസൂലുള്ളാഹിന്റെ ഒരു ഖാദിമുണ്ട് കേട്ടോ, ആ കുഞ്ഞിന്റെ പേര് റബീഅത്ത് ബിൻ കഅബ് എന്നാണ്. റബീഅത്ത് ബിൻ കഅബ്. കുഞ്ഞിന്റെ പ്രത്യേകത എന്താ? ചെറിയ കുഞ്ഞാണ്. റസൂലുള്ളാഹിക്ക് എല്ലാ ഖിദ്മത്തും ചെയ്യാം. ഇതാണ് ഈ കുഞ്ഞിന്റെ പരിപാടി. ഒരു അഡോളസൻസിലുള്ള ഒരു കൗമാരക്കാരനായ കുട്ടി, അവന് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യണം. ഉമ്മാനോട് പറഞ്ഞു, ഉപ്പാനോട് പറഞ്ഞു, അങ്ങനെ ഖിദ്മത്തിന് ഏർപ്പാടായി. എന്താ ചെയ്യ കുട്ടി? റസൂലുള്ളാഹിക്ക് മുസല്ല വിരിച്ചു കൊടുക്കും, ഒളു എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കും. ഇശാ നമസ്കാരത്തിന് അങ്ങനെ ചെയ്ത് വീട്ടിലേക്ക് പോവാൻ പുറത്തിറങ്ങിയപ്പോ ഈ കുഞ്ഞ് ആലോചിച്ചു, പാതിരാക്കങ്ങാണ്ട് റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ, ആരാ ഉണ്ടാവുക, അതുകൊണ്ട് പുറത്തു നിൽക്കാം. ആരുമില്ല എന്ന് കരുതി റസൂല് വാതിലടച്ചു. സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് നോക്കി വാതിൽ തുറന്നപ്പോ തണുത്ത് വിറച്ചു നിൽക്കുകയാണ് കുഞ്ഞ്. റസൂൽ ആ കുഞ്ഞ് ഇങ്ങനെ വാരി ചേർത്ത് പിടിച്ചു. മോനെ, നീ എന്താ വീട്ടിൽ പോയില്ല നബിയെ? എന്തേ? അങ്ങക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാലോ അത് നിറവേറ്റാൻ വേണ്ടി ഇവിടെ നിന്നതാ. റസൂലിന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. നബി അങ്ങനെയാ, എന്ത് ചെയ്താലും അതിനേക്കാൾ നല്ലത് ചെയ്യും. ആ കുഞ്ഞിനോട് നബി പറയാണ്, മോനെ, മോൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മോൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്നോട് ചോദിക്ക്, ഞാനത് പൂർത്തീകരിച്ചു തരാം. വല്ലാത്തൊരവസരമാണല്ലോ കിട്ടിയത്. ഈ റബീഅത്ത് ബിൻ കഅബ് പറഞ്ഞു, നബി എനിക്ക് ആലോചിക്കണം. ആലോചിച്ചിട്ടേ പറയാൻ പറ്റൂ. ആലോചിച്ച് പറഞ്ഞാൽ മതി. കുറച്ചു കഴിഞ്ഞപ്പോ നബി ചോദിച്ചു, മോനെ നീ ആലോചിച്ചോ? ആലോചിച്ചു നബിയെ. എന്താണ് മോനെ മോനിക്ക് വേണ്ടത്? മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. റസൂലേ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാവണം. നബി ആ കുഞ്ഞിനെ വാരിപ്പിടിക്കുകയാണ്. അതാണ് ഹബീബെ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാവണം. ഈ കുഞ്ഞ് എന്നെ പിന്നെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വേറെയും കുറെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം എന്റെ ഉള്ളിൽ നബിയോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവുക എന്നത് ഒരു വികാരമായിരുന്നു. അതെ, മനുഷ്യൻ പൂർണ്ണനാകുന്നത് റബ്ബിനെ കാണുമ്പം ഇലാ റബ്ബിഹാ നാദിറ വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. മുഖം ഇങ്ങനെ പ്രകാശിക്കുക, ഇല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് അള്ള വരികയാണ്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, നബി പറഞ്ഞതാ. അങ്ങനെ അള്ള വന്നിട്ട് ചോദിക്കുകയാണ്, സ്വർഗവാസികളെ ലബ്ബൈക യാ റബ്ബ്. അപ്പൊ സ്വർഗവാസികള് അള്ളാഹ്ക്ക് ഉത്തരം നൽകും, യാ റബ്ബ്, നിങ്ങൾ ഞാൻ നൽകിയതിലെല്ലാം തൃപ്തരാണോ? അതേ, തൃപ്തരാണ്. ഞാൻ നൽകിയതിലെല്ലാം സംതൃപ്തരാണ്, സംതൃപ്തരാണ്. എന്നാലുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഇതുവരെ ഞാൻ തരാത്തത് നൽകാൻ പോവുകയാണ്. എന്താണ് റബ്ബേ ഇനി അതിനപ്പുറത്ത് ലഭിക്കാൻ? സ്വർഗവാസികൾ ഇങ്ങനെ നോക്കാൻ. അപ്പൊ അല്ലാഹു പറയാണ്, എന്റെ ലിഖാ ഇതാ, ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ കാണാം. അതിനെക്കുറിച്ച് നബി പറയുന്നത് എന്താണെന്നറിയാ? പിന്നെ സ്വർഗത്തിലെ ഒരു അനുഗ്രഹത്തിലേക്കും നോട്ടമില്ല. അതാണ് അള്ളാഹുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്നാണ്. അതിനേക്കാൾ വലിയ സന്തോഷവും സ്വർഗത്തിലില്ല. ഈ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കള്ള് അത് എന്നൊക്കെ പറഞ്ഞ ആള് പരിഹസിക്കാറില്ലേ? അതൊക്കെ മനുഷ്യന്റെ നിലവാരം അനുസരിച്ച് കിട്ടും. പക്ഷേ അള്ളാഹിനെ നോക്കി നിൽക്കുക, സുന്ദരമായ മുഖം, അല്ലേ? അതാണ് മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ. തിന്നിട്ട് ഒരു മനുഷ്യന് പൂർത്തിയാവൂല, ഉടുത്തിട്ട് പൂർത്തിയാവൂല. അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് സംതൃപ്തി അടയുന്നത് അള്ളാഹുവിന്റെ റിളയിൽ, അള്ളാഹുവിന്റെ റിളയിൽ മാത്രം. അതുകൊണ്ട് റമളാൻ നമ്മളോട് പറയുന്നതും അതാണ്. ജീവിതത്തെ മൂല്യവത്തായി സമീപിക്കാൻ കഴിയുമോ എന്നതാണ്. പദാർത്ഥപരമായി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രമല്ല, ഒരു മെറ്റീരിയലാണ്, വെറും ഒരു പദാർത്ഥമാണ് ഈ ദുനിയാവ് എന്നതിനപ്പുറത്ത്. അതാണ് ഇത് ബഗോവിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമും ഇതര പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം എപ്പോഴും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയും. ഭൗതികത എപ്പോഴും മനുഷ്യനും മൃഗവും തമ്മിലുള്ള സമാനതകളെ കുറിച്ച് പറയും. നോമ്പ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഓരോ രാത്രിയും ഓരോ നിമിഷത്തിലും, റമളാനിന്റെ ഓരോ നിമിഷവും അതാണ് പറയുന്നത്. നമ്മൾ മൃഗങ്ങളെക്കാൾ ഇതര ജീവജാലങ്ങളെക്കാൾ ഉയർന്നു നിൽക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മൂല്യത്തെ,
നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. റമദാനിന്റെ ഒടുവിൽ ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥ എന്താകും? റമദാനിന്റെ ഒടുവിൽ ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീം. ഇതൊരു മാനസികാവസ്ഥയാണ്. എന്താ പറയുന്നറിയോ? ഇലാഹി, എന്റെ പ്രിയപ്പെട്ട നാഥ, എന്റെ പ്രിയപ്പെട്ട നാഥ, ഫിർദൗസ് കിട്ടാനുള്ള കർമ്മങ്ങളൊന്നും എന്റെ കയ്യിലില്ല, ജന്നാത്ത് കിട്ടാനുള്ള അർഹതയൊന്നും എനിക്കില്ല. പക്ഷെ റബ്ബേ, നരകത്തിന്റെ തീജ്വാല എനിക്ക് താങ്ങാനും പറ്റൂല. ഈ ഒരു മാനസികാവസ്ഥയാണ്. ഇതിനാണ് ഖൗഫ് റജാ എന്നൊക്കെ പറയുന്നത്. മറ്റൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയാം. ഇമാം ഖസാലി പറയുന്നുണ്ട്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് പറന്നുയരാനുള്ള രണ്ട് ചിറകുകളാണ് ഖൗഫും റജാവും. അപ്പോ റബ്ബേ, സ്വർഗം കിട്ടാൻ മാത്രം സൽപ്രവർത്തനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ, എന്നാൽ നരകാഗ്നി താങ്ങാനുള്ള ശേഷിയും ഞങ്ങളുടെ ശരീരത്തിനില്ല. ഇതൊരു മുസ്ലിമിന്റെ മാനസികാവസ്ഥയാണ്. ഇത് റമദാനിൽ ഒടുവിലെത്തുമ്പം അങ്ങനെയാണ്. എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിൽ, എല്ലാവരും പെരുന്നാളിന്റെ ആഹ്ലാദത്തിൽ, ഒരു മനുഷ്യനെ മാത്രം കാണുന്നില്ല. ആളുകൾ നോക്കി, കാരണം അയാൾ പ്രധാനപ്പെട്ടയാളാണ്, ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. പോയി നോക്കിയപ്പോ മദീന പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്നാ, നീ ഇത് സ്വീകരിക്കണമേ അല്ലാഹ്. അതാണ് റമദാൻ സ്വീകരിച്ചു കിട്ടുക. സുബ്ഹാനല്ലാഹ്, റമദാൻ സ്വീകരിച്ചു കിട്ടിയാൽ അത് മതി. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ണുനീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ തഖബ്ബൽ സ്വലാത്തനാ വസിയാമനാ വറുകൂഅനാ വസുജൂദനാ വസായിറ അഅമാലിനാ, എല്ലാം റബ്ബേ എല്ലാം സ്വീകരിക്കണേ നമ്മൾ പറയല്ലേ പ്രിയപ്പെട്ടവരെ. അതൊരു മാനസികാവസ്ഥയാണ്. പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് ധാരാളം റമദാൻ അവന്റെ ഔദാര്യം കൊണ്ട് നൽകുമാറാകട്ടെ. അതിലൊക്കെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ റബ്ബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ധാരാളം രോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പ്രയാസപ്പെടുന്നവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്. റഹ്മാനായ റബ്ബേ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.